ലോകത്തിലെ ഏറ്റവും വലിയ ജ്വല്ലറി ബ്രാൻഡുകളുടെ ലിസ്റ്റ് എടുത്താൽ കാർട്ടിയർ, ടിഫാനി തുടങ്ങിയ പാശ്ചാത്യ പേരുകൾക്ക് താഴെ അഭിമാനത്തോടെ തിളങ്ങി നിൽക്കുന്ന ഒരു പേരുണ്ട്. ഇന്ത്യയിൽ നിന്ന്, നമ്മുടെ സ്വന്തം കേരളത്തിൽ നിന്ന് വളർന്നു വന്ന ഒരു ബ്രാൻഡ്. അമേരിക്കയിലും ബ്രിട്ടനിലും ഓസ്ട്രേലിയയിലും ഗൾഫ് നാടുകളിലുമെല്ലാം വലിയ ഷോറൂമുകൾ, മോഹൻലാൽ മുതൽ ബോളിവുഡ് താരം ആലിയ ഭട്ട് വരെ അണിനിരക്കുന്ന പരസ്യങ്ങൾ, വർഷത്തിൽ 50,000 കോടി രൂപയ്ക്ക് മുകളിൽ വിറ്റുവരവ്. പക്ഷേ ഈ മഹാസാമ്രാജ്യത്തിനു പിന്നിൽ തലമുറകളായി സ്വർണ്ണപ്പണി ചെയ്യുന്ന പാരമ്പര്യമുള്ള ഒരു കുടുംബമായിരുന്നില്ല. മറിച്ച് കോഴിക്കോട്ടെ പാളയത്തിൽ കുരുമുളകും കൊപ്രയും വിറ്റ് ബിസിനസ് പഠിച്ച ഒരു സാധാരണക്കാരനായിരുന്നു. അതെ, MP അഹമ്മദ് എന്ന ബിസിനസ് ബുദ്ധിമാൻ പടുത്തുയർത്തിയ മലബാർ ഗോൾഡ് എന്ന വിസ്മയത്തിന്റെ ചരിത്രമാണിത്. അപ്പോൾ എല്ലാവർക്കും കഥ ക്രോണിക്കിൾസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇതുപോലത്തെ നല്ല കണ്ടന്റുകൾക്കായി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അപ്പോൾ നമുക്ക് വീഡിയോ തുടങ്ങാം. 1993 കോഴിക്കോട് നഗരം. അന്ന് MP അഹമ്മദിന് പ്രായം 36 വയസ്സ്. കുരുമുളകും സുഗന്ധവ്യഞ്ജനങ്ങളും കയറ്റുമതി ചെയ്യുന്ന ഒരു സാധാരണ കച്ചവടക്കാരനായിരുന്നു അദ്ദേഹം. പക്ഷേ വലിയൊരു ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുക്കണം എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ സ്വപ്നം. ഏത് ബിസിനസ് തുടങ്ങുമെന്ന് ചിന്തിച്ചപ്പോൾ അദ്ദേഹത്തിനൊരു കാര്യം മനസ്സിലായി. കേരളത്തിൽ ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് സ്വർണമാണ്. പക്ഷേ അന്നത്തെ സ്വർണ്ണ വിപണി വളരെ മോശമായിരുന്നു. ഉപഭോക്താക്കൾ വലിയ രീതിയിൽ വഞ്ചിക്കപ്പെട്ടിരുന്നു. ഇതൊരു വലിയ അവസരമായി അദ്ദേഹം കണ്ടു. ഏറ്റവും ശുദ്ധമായ സ്വർണം ജനങ്ങൾക്ക് നൽകുക എന്ന ലക്ഷ്യത്തോടെ ഒരു ജ്വല്ലറി തുടങ്ങാൻ അദ്ദേഹം തീരുമാനിച്ചു. പക്ഷേ ഒരു ജ്വല്ലറി തുടങ്ങാൻ കയ്യിൽ പണമില്ല. അവിടെയാണ് അദ്ദേഹം തന്റെ ബുദ്ധി പ്രയോഗിച്ചത്. തന്റെ സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും അദ്ദേഹം തന്റെ ബിസിനസ് പ്ലാൻ പറഞ്ഞ് ബോധ്യപ്പെടുത്തി. അങ്ങനെ 7 പേരിൽ നിന്നായി 50 ലക്ഷം രൂപ അദ്ദേഹം സമാഹരിച്ചു. 1993 സെപ്റ്റംബർ 17 കോഴിക്കോട് നഗരത്തിൽ വെറും 400 സ്ക്വയർ ഫീറ്റുള്ള ഒരു ചെറിയ മുറിയിൽ മലബാർ ഗോൾഡ് ജനിച്ചു. മറ്റ് ജ്വല്ലറികളേക്കാൾ വളരെ വേഗത്തിൽ മലബാർ ഗോൾഡ് എങ്ങനെയാണ് വളർന്നത്? അതിന്റെ ഉത്തരം ഒരൊറ്റ വാക്കിലാണ്: വിശ്വാസം. 90കളിൽ BIS ഹോൾമാർക്കിംഗ് നിർബന്ധമല്ലാതിരുന്ന കാലത്ത് തന്നെ മലബാർ ഗോൾഡ് അത് കൊണ്ടുവന്നു. പണിക്കൂലിയുടെ കാര്യത്തിൽ യാതൊരു മറച്ചുവെക്കലുകളും ഉണ്ടായിരുന്നില്ല. കൃത്യമായ ബില്ലുകൾ നൽകി. പഴയ സ്വർണം കൊടുക്കുമ്പോൾ ഏറ്റവും മികച്ച വില നൽകി. 100% എക്സ്ചേഞ്ച് വാല്യൂ. ഒരു സാധാരണക്കാരൻ തന്റെ ജീവിത സമ്പാദ്യം മുഴുവൻ കൊടുത്ത് സ്വർണം വാങ്ങുമ്പോൾ അവർക്കൊരു പേടിയുണ്ടാകും. ആ പേടി മാറ്റുകയാണ് MP അഹമ്മദ് ആദ്യം ചെയ്തത്. സ്വർണം എന്നത് വിശ്വാസത്തിന്റെ ബിസിനസ്സാണെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. സുതാര്യത എന്ന ഒരൊറ്റ നയം കൊണ്ട് വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് മലബാർ ഗോൾഡ് ജനങ്ങളുടെ പ്രിയപ്പെട്ട ബ്രാൻഡായി മാറി. കേരളത്തിലെ എല്ലാ ജില്ലകളിലേക്കും അവർ തങ്ങളുടെ ഷോറൂമുകൾ വ്യാപിപ്പിക്കാൻ തുടങ്ങി. മലബാർ ഗോൾഡിന്റെ ഏറ്റവും വലിയ വിജയം അവരുടെ സ്വർണത്തിലല്ല, അവരുടെ മാനേജ്മെന്റ് സ്ട്രാറ്റജിയിലാണ്. സാധാരണ വലിയ ബിസിനസ്സുകാർ വളരുമ്പോൾ ബാങ്കിൽ നിന്ന് ആയിരക്കണക്കിന് കോടികൾ ലോൺ എടുക്കും. എന്നാൽ MP അഹമ്മദ് ചെയ്തത് അതല്ല. താൻ പുതിയ ഷോറൂം തുടങ്ങുന്ന നാട്ടിലെ അറിയപ്പെടുന്ന ആളുകളെയും സുഹൃത്തുക്കളെയും അദ്ദേഹം നിക്ഷേപകരായി കൂടെ കൂട്ടി. ലാഭവിഹിതം കൃത്യമായി അവർക്ക് നൽകി. ഇന്ന് മലബാർ ഗോൾഡിന് ലോകമെമ്പാടുമായി 4000-ലധികം നിക്ഷേപകരുണ്ട്. ഇതുകൊണ്ടുള്ള ഗുണമെന്താണെന്നറിയാമോ? ഓരോ നാട്ടിലും ആ ഷോറൂം വിജയിപ്പിക്കേണ്ടത് അവിടുത്തെ നിക്ഷേപകരുടെ കൂടി ആവശ്യമായി മാറി. MP അഹമ്മദ് എന്ന ചെയർമാന്റെ കീഴിൽ വളരെ കൃത്യമായ ഒരു കോർപ്പറേറ്റ് സ്ട്രക്ചർ അദ്ദേഹം ഉണ്ടാക്കിയെടുത്തു. ഇന്ന് ഇന്ത്യയിലെ ഓപ്പറേഷൻസ് നോക്കി നടത്തുന്നത് MD ആഷറാണ്. ഗ്ലോബൽ ഓപ്പറേഷൻസ് നോക്കുന്നത് ഷംലാൽ അഹമ്മദും അബ്ദുൽ മജീദുമാണ്. ഒരു കുടുംബ ബിസിനസ് എന്നതിലുപരി കഴിവുള്ള പ്രൊഫഷണലുകളെ തലപ്പത്ത് കൊണ്ടുവന്നതാണ് ആ മാനേജ്മെന്റിന്റെ ഏറ്റവും വലിയ വിജയം. ഇന്ത്യയെപ്പോലൊരു രാജ്യത്ത് സ്വർണ്ണ ബിസിനസ് ചെയ്യുമ്പോഴുള്ള ഏറ്റവും വലിയ വെല്ലുവിളി എന്താണെന്നറിയാമോ? ഓരോ സംസ്ഥാനത്തെയും സംസ്കാരവും ഡിസൈനുകളും വ്യത്യസ്തമാണ്. കേരളത്തിലെ വധുക്കൾ അണിയുന്ന കാശുമാലയല്ല തമിഴ്നാട്ടുകാർക്ക് വേണ്ടത്. ഉത്തരേന്ത്യയിലാകട്ടെ കുന്തൻ, പോൾക്കി ഡിസൈനുകൾക്കാണ് കൂടുതൽ പ്രിയം. ഈ ഒരു പ്രതിസന്ധിയെ MP അഹമ്മദ് മറികടന്നത് ബ്രൈഡ്സ് ഓഫ് ഇന്ത്യ എന്ന അതിഗംഭീരമായ ക്യാമ്പയിനിലൂടെയാണ്. ഒരു നാഷണൽ ബ്രാൻഡ് ആയിരിക്കുമ്പോഴും പഞ്ചാബി, മറാത്തി, തമിഴ്, ബംഗാളി തുടങ്ങി ഇന്ത്യയിലെ ഓരോ പ്രദേശത്തുകാർക്കും അവരുടെ പാരമ്പര്യത്തിന് അനുയോജ്യമായ ആഭരണങ്ങൾ മലബാർ സ്വന്തമായി ഡിസൈൻ ചെയ്തു. ഏത് നാട്ടിലെ ഷോറൂമിൽ പോയാലും അവിടെ ആ നാട്ടുകാരുടെ തനതായ ഡിസൈനുകൾ ലഭ്യമാക്കി. അതുകൂടാതെ
ഉപഭോക്താക്കളുടെ ഓരോ ആവശ്യങ്ങൾക്കുമനുസരിച്ച് അവർ പുതിയ സബ് ബ്രാൻഡുകൾ ആരംഭിച്ചു. ഡയമണ്ട് ആഭരണങ്ങൾക്ക് വേണ്ടി മൈൻ, അൺകട്ട് ഡയമണ്ടുകൾക്ക് വേണ്ടി ഇയർ, പരമ്പരാഗത ആഭരണങ്ങൾക്ക് വേണ്ടി ഡിവൈൻ, കുട്ടികൾക്ക് വേണ്ടി സ്റ്റാർലെറ്റ്. വെറും ഒരു ജ്വല്ലറി എന്നതിലുപരി ഓരോ ഉപഭോക്താവിനും ആവശ്യമുള്ളതെല്ലാം ഒരൊറ്റ കുടക്കീഴിൽ നൽകുന്ന സൂപ്പർമാർക്കറ്റ് മോഡലിലേക്ക് മലബാർ ഗോൾഡ് മാറി. കേരളം കീഴടക്കിയ ശേഷം അവർ ഇന്ത്യ മുഴുവൻ വ്യാപിപ്പിക്കാൻ തീരുമാനിച്ചു. അതിനവർ ഉപയോഗിച്ച ഏറ്റവും വലിയ ആയുധം ബ്രാൻഡ് അംബാസഡർമാരായിരുന്നു. കേരളത്തിൽ സാക്ഷാൽ മോഹൻലാലിനെ അവർ മലബാറിന്റെ മുഖമാക്കി മാറ്റി. തമിഴ്നാട്ടിൽ സൂര്യയും കാർത്തിയും, ആന്ധ്രയിൽ ജൂനിയർ NTR, ബോളിവുഡിൽ കരീന കപൂർ, അനിൽ കപൂർ, സൽമാൻ ഖാൻ, ആലിയ ഭട്ട് തുടങ്ങി ഇന്ത്യയിലെ ഏറ്റവും വലിയ താരങ്ങളെല്ലാം മലബാർ ഗോൾഡിന്റെ പരസ്യങ്ങളിൽ അണിനിരന്നു. ഏത് നാട്ടിൽ പോകുമ്പോഴും അവിടുത്തെ ജനങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട താരത്തെ വെച്ച് മാർക്കറ്റിംഗ് ചെയ്യുക എന്ന തന്ത്രം വലിയ വിജയമായി. ഇന്ത്യൻ ജ്വല്ലറി ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ വിപ്ലവമായ വൺ ഇന്ത്യ വൺ ഗോൾഡ് റേറ്റ് എന്ന നയം അവർ പ്രഖ്യാപിച്ചു. ഇന്ത്യയിൽ എവിടെ പോയാലും സ്വർണത്തിന് ഒരേ വില. ഇത് മറ്റു വലിയ ബ്രാൻഡുകളെപ്പോലും അമ്പരപ്പിച്ച ഒരു നീക്കമായിരുന്നു. ഇന്ത്യൻ വിപണി കൊണ്ട് മാത്രം MP അഹമ്മദിന്റെ സ്വപ്നങ്ങൾ അവസാനിച്ചില്ല. 2008 ദുബായിൽ ആദ്യത്തെ ഷോറൂം തുറന്നുകൊണ്ട് അവർ അന്താരാഷ്ട്ര വിപണിയിലേക്ക് കാൽവെച്ചു. ഷംലാൽ അഹമ്മദ് എന്ന യുവ ബിസിനസ്സുകാരന്റെ നേതൃത്വത്തിൽ മലബാർ ഗ്രൂപ്പ് ഗൾഫ് രാജ്യങ്ങൾ മുഴുവൻ കീഴടക്കി. ഇന്ന് ദുബായ്, ഖത്തർ, ഒമാൻ തുടങ്ങിയ ഗൾഫ് രാജ്യങ്ങൾക്ക് പുറമെ അമേരിക്ക, ബ്രിട്ടൻ, കാനഡ, സിംഗപ്പൂർ, ഓസ്ട്രേലിയ തുടങ്ങി ലോകത്തിലെ 19ഓളം രാജ്യങ്ങളിൽ അവർക്ക് വലിയ ഷോറൂമുകളുണ്ട്. ഒരു കാലത്ത് പാശ്ചാത്യ ബ്രാൻഡുകൾ അടക്കി ഭരിച്ചിരുന്ന ലോകവിപണിയിൽ കേരളത്തിൽ നിന്നുള്ള ഒരു ബ്രാൻഡ് ചെന്ന് മത്സരിക്കുക എന്നത് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത കാര്യമായിരുന്നു. പക്ഷേ മലബാർ ഗ്രൂപ്പ് അത് സാധിച്ചെടുത്തു. ഇന്ന് മലബാർ ഗ്രൂപ്പിന്റെ സാമ്പത്തിക നില എന്താണെന്നറിയാമോ? ഡിലോയ്റ്റ് പുറത്തുവിട്ട ഗ്ലോബൽ റാങ്കിംഗ് പ്രകാരം ലോകത്തിലെ ഏറ്റവും മികച്ച 6 ജ്വല്ലറി ബ്രാൻഡുകളിൽ ഒന്നാണ് മലബാർ ഗോൾഡ്. അവരുടെ വാർഷിക വിറ്റുവരവ് 51,000 കോടി രൂപയ്ക്ക് മുകളിലാണ്. ലക്ഷക്കണക്കിന് കോടികളുടെ വാല്യുവേഷനുള്ള ഗ്രൂപ്പായി അവർ മാറി. അതുമാത്രമല്ല, സ്വന്തമായി ഡയമണ്ട് ആഭരണങ്ങൾ ഡിസൈൻ ചെയ്യാനും നിർമ്മിക്കാനുമായി ഇന്ത്യയിലും വിദേശത്തുമായി നിരവധി ഫാക്ടറികളും അവർക്കുണ്ട്. എന്നാൽ ഈ ബിസിനസ് സാമ്രാജ്യത്തിന്റെ ഏറ്റവും വലിയ സൗന്ദര്യം അവരുടെ സാമൂഹിക സേവനമാണ്. തങ്ങൾക്ക് കിട്ടുന്ന ലാഭത്തിന്റെ 5% പാവപ്പെട്ട ജനങ്ങളുടെ ഭവന നിർമ്മാണത്തിനും വിദ്യാഭ്യാസത്തിനും ചികിത്സയ്ക്കുമായി അവർ വർഷങ്ങളായി നൽകി വരുന്നുണ്ട്. പണമുണ്ടാക്കുക എന്നത് മാത്രമല്ല, അത് സമൂഹത്തിന് തിരികെ നൽകുക എന്നതുകൂടിയാണ് ബിസിനസ് എന്ന് MP അഹമ്മദ് തെളിയിച്ചു. ഇനി എന്താണ് മലബാറിന്റെ ഭാവി? അവരുടെ ലക്ഷ്യം വളരെ വ്യക്തമാണ്. 1,00,000 കോടി രൂപയുടെ വിറ്റുവരവും ലോകത്തിലെ 1ാം നമ്പർ ജ്വല്ലറി റീറ്റെയിലർ എന്ന പദവിയും യൂറോപ്പിലേക്കും ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്കും തങ്ങളുടെ സാമ്രാജ്യം വ്യാപിപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണവർ. കോഴിക്കോട്ടെ പാളയത്തിൽ നിന്ന് തുടങ്ങിയ ഒരു സാധാരണക്കാരന്റെ യാത്ര ഇന്ന് അമേരിക്കയിലെ ഡാലസിലും ബ്രിട്ടനിലെ ലണ്ടനിലും വരെ എത്തി നിൽക്കുമ്പോൾ അതൊരു ചരിത്രമാണ്. കൃത്യമായ പ്ലാനിങ്ങും സുതാര്യതയും ഉപഭോക്താക്കളോടുള്ള വിശ്വസ്തതയും ഉണ്ടെങ്കിൽ ലോകത്തിന്റെ നെറുകയിലെത്തുവാൻ ഏത് സാധാരണക്കാരനും സാധിക്കുമെന്ന് മലബാർ ഗോൾഡ് നമ്മളെ പഠിപ്പിക്കുന്നു. കൂടുതൽ ഇൻസ്പിറേഷൻ നൽകുന്ന കഥകൾക്കും ബിസിനസ് പാഠങ്ങൾക്കുമായി കഥ ക്രോണിക്കൽസ് സബ്സ്ക്രൈബ് ചെയ്യൂ. നന്ദി.